ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പറഞ്ഞ് പഠിക്കുക തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് ഇന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിന് ആൻസർ പറയുകയുമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ടെൻസ് എടുത്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 75 അല്ലെങ്കിൽ ഒരു 85% നമുക്ക് ഇംഗ്ലീഷ് സിമ്പിൾ പ്രസന്റ് സംസാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതലും സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻസും അതിനെങ്ങനെ ആൻസർ കൊടുക്കാം എന്നുമാണ് ഇന്ന് നോക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ട ക്ലാസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറയുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ചോദിച്ചു പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ഡു യു ലൈക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചോക്ലേറ്റ് നിനക്ക് ഇഷ്ടമാണോ? ഡൂവിൻ്റെയും ഡെസ്സിൻ്റെയും ഉപയോഗം നിങ്ങൾ നന്നായി പഠിക്കുക. പഠിച്ചിട്ടേ ഈ ക്ലാസ് കേൾക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ലിങ്ക് ഇവിടെ തരാം, ഡൂവിൻ്റെയും ഡെസ്സിൻ്റെയും. നിങ്ങൾ അത് പഠിക്കുക. അല്ലെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് ഇവിടെ ഡൂ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള സംശയം വരും. ഡു യു ലൈക്ക് ചോക്ലേറ്റ്? നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? അപ്പോൾ നമ്മൾ ആൻസർ പറയുക, ഇഷ്ടമാണെങ്കിൽ എസ് ഐ ഡു എന്നും, ഇഷ്ടമല്ലെങ്കിൽ ഐ ഡോണ്ട് എന്നുമാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് സെന്റൻസ് ആയി തന്നെ പറഞ്ഞ് പഠിക്കാൻ പോവുകയാണ്. അപ്പോ യെസ്, ഐ ലൈക്ക് ചോക്ലേറ്റ്. ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ചോക്ലേറ്റ് ഇഷ്ടമാണോ നിനക്ക്? ആൻസർ പറയൂ. ഐ ലൈക്ക് ചോക്ലേറ്റ്. നിങ്ങൾക്കിനി ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? നോ, ഐ ലൈക്ക് നോട്ട് ചോക്ലേറ്റ് എന്നാണോ പറയുക? ഇതൊക്കെ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുത്തുന്ന തെറ്റുകളാണ്. ഐ ലൈക്ക് നോട്ട് ചോക്ലേറ്റ് അല്ല, എന്താണ്? ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്. എങ്ങനെ പറയും? ഐ ലൈക്ക് ചോക്ലേറ്റ്. ഓർ ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ പറയും? ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്. പിന്നെ ഡു യു ഡ്രിങ്ക് കോഫി? ഡു യു ഡ്രിങ്ക് കോഫി? വാട്ട് ഈസ് ദ മീനിങ്? കോഫി കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് കോഫി? നീ കോഫി കുടിക്കാറുണ്ടോ? നോ, ഐ ഡ്രിങ്ക് ഓൺലി ടീ. നോ, ഐ ഡ്രിങ്ക് ഓൺലി ടീ. ഞാൻ ടീ മാത്രമേ കുടിക്കാറുള്ളൂ. എങ്ങനെ പറയും? നോ, ഐ ഡ്രിങ്ക്സ് ഓൺലി ടീ എന്ന് വേണോ? വേണ്ട. നിങ്ങൾ ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എല്ലാവരും തന്നെ പ്രസന്റ് ടെൻസ് പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നോ, ഐ ഡ്രിങ്ക് ഓൺലി ടീ. ഞാൻ ടീ മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോ നമുക്ക് അവള് കാപ്പി കുടിക്കുവോ എന്ന് എങ്ങനെ ചോദിക്കണം? ഡസ് ഷീ ചേർക്കണം അല്ലെ? ഡസ് ഷീ ഡ്രിങ്ക് കോഫി? ഡസ് ഷീ ഡ്രിങ്ക് കോഫി? യെസ്, ഷീ ഡ്രിങ്ക്സ് കോഫി. അവൾ കോഫി കുടിക്കാറുണ്ട്. എങ്ങനെ പറയണം? യെസ്, ഷീ ഡ്രിങ്ക്സ് കോഫി. ഡസ് ഷീ ഡ്രിങ്ക് കോഫി? യെസ്, ഷീ ഡ്രിങ്ക്സ് കോഫി. അവൾ കോഫി കുടിക്കാറുണ്ട്. ഇനി പിന്നെന്താണ്? ഡു യു എക്സസൈസ് ഡെയിലി? ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡു യു എക്സസൈസ് ഡെയിലി? ഡെയിലി എക്സസൈസ് ചെയ്യാറുണ്ടോ നീ? ഡു യു എക്സസൈസ് ഡെയിലി? നീ എക്സസൈസ് ഡെയിലി ചെയ്യാറുണ്ടോ? ആൻസർ എങ്ങനെയാണ്? ചെയ്യാറുണ്ട് എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയണം? ഐ എക്സസൈസ് എവരി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ട്. ചെയ്യാറില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഡോണ്ട്. ഡോണ്ട് ഉപയോഗിക്കണം. ചെയ്യാറില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് എക്സസൈസ് ഡെയിലി. എല്ലാ ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യാറില്ല. വാട്ട് ഡു യു യൂഷ്വലി ഈറ്റ് ഫോർ ലഞ്ച്? വാട്ട് ഡു യു യൂഷ്വലി ഈറ്റ് ഫോർ ലഞ്ച്? സാധാരണ, യൂഷ്വലി. വാട്ട് ഡു യു യൂഷ്വലി ഈറ്റ് ഫോർ ലഞ്ച്? സാധാരണ എന്താണ് നീ ഉച്ചയ്ക്ക് കഴിക്കാറ്? എങ്ങനെയാണ് ചോദിക്കുക? ഈറ്റ് ഫോർ ലഞ്ച്. ചോദിക്കൂ, നിങ്ങൾ എന്നോട് ചോദിക്കൂ. I usually eat rice in the afternoon. I usually eat rice. Rice ആണ് ഞാൻ കഴിക്കാറ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങളോട് ഇനി ചോദിക്കാം. What do you usually eat for the lunch? ഇനി അതല്ല, ഞാൻ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് ഡയറ്റിങ്ങിലായിരിക്കും. കുറച്ച് പേര് ഡയറ്റ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും, ഹെൽത്തി ഫുഡൊക്കെ കീപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവര് ലഞ്ച് കഴിക്കാറില്ലായിരിക്കാം. അപ്പൊ അതെങ്ങനെ പറയണം? നമ്മളിപ്പോ ഡയറ്റിലാണ്, അതുകൊണ്ട് ലഞ്ച് കഴിക്കാറില്ല എന്നെങ്ങനെ പറയണം? ഐ എം ഓൺ എ ഡയറ്റ് നൗ. ഐ എം ഓൺ എ ഡയറ്റ് നൗ. ഞാൻ ഡയറ്റിലാണ് ഇപ്പോൾ, സോ ഐ ഡോണ്ട് ഈറ്റ് ലഞ്ച്. ഐ എം ഓൺ എ ഡയറ്റ് നൗ, സോ ലഞ്ച് നൗ.
പറയൂ, ഞാൻ ഡയറ്റിലാണ്, അതുകൊണ്ട് ലഞ്ച് കഴിക്കാറില്ല. എങ്ങനെ പറയും? ഓക്കെ. വാട്ട് ഡു യു യൂഷ്വലി ഈറ്റ് ലഞ്ച്? ഫോർ ലഞ്ച് വാട്ട് ഡു യു യൂഷ്വലി ഈറ്റ് ഫോർ ലഞ്ച്? ഞാൻ ഡയറ്റിലാണ്, കഴിക്കാറില്ല എന്ന് പറയൂ. I don't eat lunch. Yes. Then, do you take a rest when you have time? Do you take a rest when you have time? സമയമുണ്ടെങ്കിൽ നീ റെസ്റ്റ് എടുക്കാറുണ്ടോ? Do you take a rest when you have time? എങ്ങനെ പറയും? ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. I take rest. Yes, I take rest. Of course, I take rest. തീർച്ചയായിട്ടും ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? സമയമുള്ളപ്പോൾ നീ റെസ്റ്റ് എടുക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു ടേക്ക് എ റെസ്റ്റ് വെൻ എ ടൈം? ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഐ ടേക്ക് റെസ്റ്റ്. ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. ഇനി റെസ്റ്റ് എടുക്കാറില്ല എന്നാണെങ്കിലോ? ഐ ഡോണ്ട് ടേക്ക് റെസ്റ്റ്, അല്ലെ? റെസ്റ്റ് എടുക്കാറില്ല എന്നാകും. ദെൻ ഡു യു ഗോ ഔട്ട് ടു ഈറ്റ് വിത്ത് യുവർ ഫാമിലി? ഡു യു ഗോ ഔട്ട് ടു ഈറ്റ് വിത്ത് യുവർ ഫാമിലി? ഫാമിലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പുറത്തു പോകാറുണ്ടോ? ഡു യു ഗോ ഔട്ട് ടു ഈറ്റ് വിത്ത് യുവർ ഫാമിലി? എങ്ങനെ ചോദിക്കേണ്ടത്? കുടുംബത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് പുറത്തു പോകാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ഈറ്റ് വിത്ത് ഫാമിലി? നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഫാമിലി. യെസ്, ഞങ്ങൾ പോകാറുണ്ട്. നിങ്ങൾ തന്നെ പറയൂ. യെസ്, വി ഗോ. ഞങ്ങൾ പോകാറുണ്ട്. ഇനി ഞങ്ങൾ പോകാറില്ല എന്നാണെങ്കിലോ? വി ഡോണ്ട് ഗോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ട് പോകാറുണ്ട് സബ്ജക്റ്റ് V1, പോകാറില്ല ഡോണ്ട് ഡസിന്റെ ഉപയോഗിക്കണം, അല്ലെ? ഇവിടെ വി ആണ്, അതുകൊണ്ട് നമ്മൾ ഡോണ്ട് ഉപയോഗിച്ചു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡു യു ലിവ് വിത്ത് യുവർ ഫാമിലി? ഡു യു ലീവ് വിത്ത് യുവർ ഫാമിലി? ആൻസർ പറയൂ നിങ്ങൾ. ഡു യു ലീവ് വിത്ത് യുവർ ഫാമിലി? യെസ്, ഞാൻ ഫാമിലിയിലൂടെയാണ് ജീവിക്കുന്നത്. ലീവ് മൈ ഫാമിലി. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അല്ല, നോ, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നോ, ഐ ലീവ് എലോൺ. നോ, ഐ ലീവ് എലോൺ. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒത്തിരി പേര് കാണും. പേബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഫാമിലി ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കും. എങ്ങനെ പറയണം? നോ, എലോൺ. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡു യു ലൈക്ക് ടു ട്രാവൽ? ഡു യു ലൈക്ക് ടു ട്രാവൽ? ട്രാവൽ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ? എങ്ങനെ ചോദിക്കണം? ഡു യു ലൈക്ക് ടു ട്രാവൽ? യെസ്, ഐ ലൈക്ക്. എനിക്ക് ഇഷ്ടമാണ്. ഡു യു ലൈക്ക് ടു ട്രാവൽ? ഐ ലൈക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് എനിക്കിഷ്ടം. എങ്ങനെ പറയും? ഐ ലൈക്ക് ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ കൂടെ ട്രാവൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഡു യു ലൈക്ക്? യെസ്, ഐ ലൈക്ക് ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ കൂടെയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡു യു വാച്ച് മൂവി? മൂവി കാണാറുണ്ടോ? ഡസ് ഷീ വാച്ച് മൂവി? അവള് മൂവി കാണാറുണ്ടോ? എങ്ങനെ ചോദിക്കുന്നത്? ഡു യു വാച്ച് മൂവി? നീ മൂവി കാണാറുണ്ടോ? ഡസ് ഷീ വാച്ച് മൂവി? അവള് മൂവി കാണാറുണ്ടോ? ഇനി ഒന്നും കൂടെ ഞാൻ പറയാണ്, ഡസൻ ഷീ വാച്ച് മൂവി? അവള് മൂവി കാണാറില്ലേ? ഡസൻ ഷീ വാച്ച് മൂവി? അവള് മൂവി കാണാറില്ലേ? സംശയം വന്നെങ്കിൽ ടെൻസ് നിങ്ങൾ പഠിക്കണം. ഞാൻ കാണാറുണ്ട്. യെസ്. എങ്ങനെയാണ്? ഞാൻ സിനിമ കാണാറുണ്ട്. യെസ്, ഐ വാച്ച് മൂവീസ്. ഞാൻ സിനിമകൾ കാണാറുണ്ട്. യെസ്, ഐ വാച്ച് മൂവീസ്. പിന്നെയോ അവള് കാണാറുണ്ടെന്ന് പറയണമെങ്കിലോ ഷീ വാച്ച്, എസ് ചേർക്കണം, മൂവി. അല്ലെങ്കിലോ ഷീ ഡസ് വാച്ച് മൂവി. സിനിമ കാണാറുണ്ട്. ഷീ ഡസ് വാച്ച് മൂവി. ഷീ ഡസ് വാച്ച് മൂവി. അവള് സിനിമ കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡോണ്ട് യു ലൈക്ക് വാച്ചിങ് മൂവി ഇൻ ദ തിയേറ്റർ? ഡോണ്ട് യു ലൈക്ക് വാച്ചിങ് മൂവി ഇൻ ദ തിയേറ്റർ? തിയേറ്ററിൽ സിനിമ കാണുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? ഡോണ്ട് ആണ്, ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക് വാച്ചിങ് മൂവി ഇൻ ദ തിയേറ്റർ? തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? യെസ്.
ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ്. യെസ് ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിച്ചല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് കോമഡി മൂവീസ്? കോമഡി മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് കോമഡി മൂവി? രാജുവിന് കോമഡി മൂവി ഇഷ്ടമാണോ എന്ന് ഇനി എങ്ങനെ ചോദിക്കണം? ഡു രാജു ആണോ? അല്ല, ഡസ് രാജു ആണ് ചോദിക്കേണ്ടത്. ഡസ് രാജു, ഡു യു, ഡസ് രാജു. വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വെൻ ഡു യു റീഡ് ദ ന്യൂസ് പേപ്പർ? എപ്പോഴാണ് നീ ന്യൂസ് പേപ്പർ വായിക്കാറ്? വെൻ ഡു യു റീഡ് ദ ന്യൂസ് പേപ്പർ? എങ്ങനെ ചോദിക്കണം? ന്യൂസ് പേപ്പർ എപ്പോഴാണ് വായിക്കാറ്? ചോദിക്കൂ. റീഡ് ദ ന്യൂസ് പേപ്പർ. വെൻ ഡു യു റീഡ് ദ ന്യൂസ് പേപ്പർ? എപ്പോഴാണ് ന്യൂസ് പേപ്പർ വായിക്കാറ്? അപ്പൊ പറയണം, ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസ് പേപ്പർ വായിക്കാറ്. എങ്ങനെ പറയും? ഐ യൂഷ്വലി റീഡ് ദ പേപ്പർ വൈൽ ഹാവിംഗ് ടീ. സാധാരണ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസ് പേപ്പർ വായിക്കാറ്. എങ്ങനെ പറയും? ഐ യൂഷ്വലി റീഡ് ദ ന്യൂസ് പേപ്പർ while having tea. നിങ്ങളൊന്ന് പറയൂ. യൂഷ്വലി ഹാവിംഗ് ടീ. ഒന്നും കൂടെ പറയൂ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. when do you read the newspaper? നിങ്ങൾ ആൻസർ പറയൂ. സാധാരണ ഞാൻ ടീ കുടിക്കുമ്പോഴാണ് സാധാരണ ഞാൻ, അല്ലെ? പൊതുവെ അങ്ങനെയാണ്, പുരുഷന്മാരൊക്കെയാണ്, പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. ടീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പേപ്പർ വായിക്കാറ്. Okay, then when does she call? What is the meaning? When does she call? എപ്പോഴാണ് അവൾ വിളിക്കാറ്? When does she call? അവൾ എപ്പോഴാണ് വിളിക്കാറ്? ആൻസർ നിങ്ങൾ പറയൂ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, when do children come back from the school? When do children come back? തിരിച്ചു വരുന്നത്. When do children come back from the school? സ്കൂളിൽ നിന്ന് എപ്പോഴാണ് കുട്ടികൾ തിരിച്ചു വരുന്നത്, തിരിച്ചു വരാറ്? എങ്ങനെയാണ് ചോദിക്കേണ്ടത്? the school again. നിങ്ങൾ മടി കൂടാതെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ, എനിക്ക് തോന്നുന്നു ഒരു 20 എണ്ണം, അത്ര എണ്ണമെങ്കിലും അത്രയും നമ്പർ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോദിച്ച് പഠിക്കുക. കുട്ടികൾ എപ്പോഴാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്? ചിൽഡ്രൻ ഫ്രം ദ സ്കൂൾ. അപ്പൊ അവര് പറയാണ്, അവര് ഒരു 4 മണിക്കുള്ളിൽ എത്താറുണ്ട്. എങ്ങനെ പറയും? ദേ റീച്ച് ബൈ 4 o'clock. ബൈ ഉപയോഗിച്ചത് അതിനുള്ളിൽ. ദേ റീച്ച് ബൈ 4 o'clock. അവര് 4 മണിക്കുള്ളിൽ എത്താറുണ്ട്. ദേ റീച്ച് ബൈ 4 o'clock. എങ്ങനെ പറയണം? 4 o'clock. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവരെങ്ങനെയാണ് സ്കൂളിൽ പോവാറ്? എങ്ങനെയാണ് അവർ സ്കൂളിൽ പോവാറ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എങ്ങനെ? ഹൗ. ചിൽഡ്രൻ ആണ് വന്നിരിക്കുന്നത്. ഡസ് ആണോ? അല്ല, ഡു. ഹൗ ഡു ചിൽഡ്രൻ പോകാറ്? ഗോ ടു സ്കൂൾ. ഹൗ ഡു ചിൽഡ്രൻ ഗോ ടു സ്കൂൾ? എങ്ങനെയാണ് കുട്ടികൾ സ്കൂളിൽ പോകാറ്? ഹൗ ഡു ചിൽഡ്രൻ. നിങ്ങൾ ചോദിക്കൂ. അവര് സ്കൂൾ ബസ്സിനാണ് പോകാറ്. ദേ ഗോ ബൈ ദ സ്കൂൾ ബസ്. ദേ ഗോ ബൈ സ്കൂൾ ബസ്. അവര് സ്കൂൾ ബസ്സിനാണ് പോകാറ്. റൈറ്റ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, നീ എവിടെ നിന്നാണ് മീൻ മേടിക്കാറ്? മീൻ മേടിക്കാറ്. Where do you buy fish from? Where do you buy fish? എവിടെ നിന്നാണ് മേടിക്കാറ്? ഫിഷ് ഫ്രം. ഞാൻ മാർക്കറ്റിൽ നിന്നുമാണ് മീൻ മേടിക്കാറ്. മാർക്കറ്റ്. ഇതെങ്ങനെയാണ് ആൻസർ പറയുക? ഐ ബൈ ഫിഷ് മാർക്കറ്റ്. അത് നിങ്ങൾക്ക് പറയാൻ അറിയാം അല്ലെ? എവിടെ നിന്നാണ് മീൻ മേടിക്കാറെന്ന് എങ്ങനെ ചോദിക്കും? ഫ്രം. ഐ ബൈ ഫ്രം മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്നുമാണ് മേടിക്കാറ്. നെക്സ്റ്റ്, ഡസ് കല സെർച്ച് ഫോർ എ ജോബ്? കല ജോലി അന്വേഷിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കണം? ഡസ് കല. കലയാണ്, ഡസ് ആണ്. ഡസ് കല. കാരണം എന്തുകൊണ്ടാണ് കലയുടെ ഒപ്പം ഡസ് ഉപയോഗിച്ചത്?
കല സിംഗുലർ ആണ്. ഡസ് കല സെർച്ച് ഫോർ എ ജോബ്? ഡസ് കല സെർച്ച് ഫോർ എ ജോബ്? ജോബ് അന്വേഷിക്കാറുണ്ടോ? ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളൊരു ജോലി അന്വേഷിക്കാറുണ്ട് എന്ന് പറയുക, അന്വേഷിക്കാറില്ല എന്ന് പറയുക. ഇപ്പൊ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അല്ലെ? അപ്പോ നിങ്ങൾ പറയൂ, കോമഡി ഫിലിം നിനക്ക് ഇഷ്ടമാണോ? എങ്ങനെ ചോദിക്കണം? ഡു യു ലൈക്ക് കോമഡി മൂവീസ്, അല്ലെങ്കിൽ ഡു യു ലൈക്ക് കോമഡി ഫിലിം? കോമഡി ഫിലിം ഇഷ്ടമാണോ? പിന്നെ നിങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു ഗോ ഔട്ട് ടു ഈറ്റ്? ഡു യു ഗോ ഔട്ട് ടു ഈറ്റ്? ഡു യു ഗോ ഔട്ട് ടു ഈറ്റ്? ഞാൻ ഡയറ്റിങ്ങിലാണ്, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല. ഓൺ ഡയറ്റ് നൗ, ഡോണ്ട് ഈറ്റ്. ഐ ഡിഡിന്റ് അല്ലോട്ടോ, ഐ ഡോണ്ട് ഈറ്റ്, കഴിക്കാറില്ല. ഇപ്പോ നമ്മൾ കുറേ സിമ്പിൾ പ്രസന്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. സിമ്പിൾ പ്രസന്റില് വെർബിനെ സഹായിക്കുന്നവരാരാണ്? ഡൂവും ഡസുമാണ് അല്ലെ? അപ്പോൾ ഇപ്പോ നമ്മൾ എനിക്ക് വേറെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മൂവി ഇഷ്ടമാണോ? ശ്രദ്ധിച്ചോ. അല്ലെങ്കിൽ ഐസ്ക്രീം ഇഷ്ടമാണോ? ശ്രദ്ധിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകാറുണ്ടോ? ഇതിലൊക്കെ എന്താണ്? ഒരു ചോദ്യമില്ല അല്ലെ? നമ്മൾ ചോദ്യം വാട്ട്, വിച്ച്, വെന്ന്, വെയർ എന്നൊക്കെ പറയുന്ന ഒരു ചോദ്യ മാർക്ക് നമുക്ക് ഇതിനകത്തില്ല അല്ലെ? അതേപോലെ പിന്നെന്താണ്, മീൻ മേടിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് മീൻ മേടിക്കാറുണ്ടോ എന്നാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് അവള് വിളിക്കാറുണ്ടോ? ഇതൊക്കെ എന്താണ്? ഇതിനകത്തൊരു വാട്ടെന്നോ വിച്ചെന്നോ ഹൗവെന്നോ വെന്നെന്നോ എന്നുള്ള ഒരാൾക്കാരുമില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളോടൊരു സ്വകാര്യം പറയാം. ഈ ഡൂവിനെ ഡെസിനെ വെച്ചിട്ട് നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ എല്ലാം ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഇനി ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പൊ ഇതൊരു ടെക്നിക്ക് ആണോ എന്ന് ചോദിച്ചാലല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം. എന്നാലും എന്താണ്, ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് ഡൂവിനെയും ഡെസിനെയും എടുത്തുകൊണ്ടുവന്നിട്ട് നമുക്കതൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോ ഇന്ന് ഈ ക്ലാസ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം, ചോദിച്ച് പഠിക്കണം. ഇത് നമ്മൾ ചോദിച്ചത് മുഴുവനും ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡൂവും ഡെസ്സും വന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ ടെൻസ് വെച്ചിട്ടും ചെയ്ത് തുടങ്ങും. ഓരോ ടെൻസിലെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങും. അപ്പൊ ഓരോ ടെൻസിലും എങ്ങനെയാണ് ആൻസർ പറയേണ്ടേ എന്നും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. ശരിക്കും നമുക്ക് ഡു യു ലൈക്ക് മൂവി എന്ന് നമ്മൾ ചോദിച്ചാൽ ഇഷ്ടമാണെങ്കിൽ എന്ത് പറയണം? യെസ്, ഐ ഡു, ഐ ഡോണ്ട്, ഇങ്ങനെ പറയാം. പക്ഷെ അത് സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസ് ആയി തന്നെ പറയാൻ പഠിക്കുവാണ് ചെയ്യുന്നത്. അപ്പോ നിങ്ങളിത് പറഞ്ഞ് പഠിക്കുക. പിന്നെ ജൂൺ 15-ാം തീയതി മുതൽ നമ്മൾ ഒരു മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുകയാണ്. ഒരു മാസം മാത്രമുള്ള കാര്യം, അത് ബേസിക് ക്ലാസ് ആണ്. നമ്മൾ ടെൻസസ് പഠിക്കും. ഓരോ ടെൻസ് പഠിക്കുമ്പോഴും അതിനുശേഷം നമ്മൾ സംസാരിച്ചും പഠിക്കും. അപ്പോ അങ്ങനെയുള്ള ജൂൺ 15-ാം തീയതി തുടങ്ങുന്ന നമ്മുടെ ലൈവ് ക്ലാസ്സുകളാണ് എല്ലാം തന്നെ. റെക്കോർഡ് ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാനുള്ള ക്ലാസ്സോ ഒന്നുമല്ല. ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യ ക്ലാസ് ലൈവായിട്ട് തന്നെ കൂടുക, ക്ലാസ് മുറി പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക, എഴുതുക, പഠിക്കുക. അങ്ങനെ നമ്മുടെ ജൂൺ 15-ന് തുടങ്ങുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ കാണാതെ അറിയായിരിക്കാം. നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എൻ്റെ വാട്സപ്പ് നിങ്ങൾ അറിയാം. വാട്സപ്പ് നമ്പർ എന്നല്ല, നിങ്ങൾക്ക് എന്നെ അതിൽ കോളും ചെയ്യാം. അപ്പോൾ അതിൽ വിളിക്കുക കേട്ടോ. പിന്നെന്താണ്, വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സന്തോഷത്തോടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും മഴ പെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് മഴയൊന്നും കാണുന്നില്ല. അപ്പൊ എല്ലാവരും കരുതിയിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു മഴ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.